വല്ലാത്ത വാശി കാണിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടോ? കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആളുകൾക്ക് പോലും ഭയങ്കരമായിട്ടുള്ള വാശി ഉണ്ടാവുക. പെട്ടെന്ന് ചാടി കയറി ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുക, ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുക, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരു പ്രകൃതം. അങ്ങനെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഉള്ളത്. ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അലർജി ഉള്ള ആളുകൾക്ക് ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അലർജിയുള്ള കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, അവർ ഒരിക്കലും അടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കില്ല. എന്നാൽ ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് ഒരുപാട് കലകൾ പാടാൻ കഴിയുന്ന, ഒരുപാട് വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കുട്ടികളാവും. എന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെടുത്ത് തർക്കുത്തരം പറയുന്ന കുട്ടികളും ഈ കൂട്ടത്തിലുണ്ടാവും. മുതിർന്ന ആളുകൾക്കും ഈ ഒരു പ്രകൃതം കാണാറുണ്ട്. അവർക്ക് ഇതിന്റെ ഒരു വേറൊരു വേർഷൻ ആയിരിക്കും. കാരണം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ADHD നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വലുതായാലും ഈ ഒരു സ്വഭാവം കാണിക്കാറുണ്ട്. വലുതായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അധികം ആൾക്കും പ്രോപ്പർ ആയിട്ട് അവരുടെ ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതാവുക, മറന്നു പോവുക, പല കാര്യങ്ങൾ വിചാരിച്ച കാര്യം പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാറുണ്ട്. മാനസികവും ശാരീരികവുമായിട്ട് കാര്യങ്ങൾ എങ്ങനെ വിശകലനം ചെയ്യാം, അതിനൊരു പരിഹാരം എങ്ങനെ കണ്ടെത്താം എന്ന് പ്രോപ്പർ ആയിട്ട് പെട്ടെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണിത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അലർജിയോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ്. കാരണം ഇത് കുട്ടികളെ പേഴ്സണാലിറ്റിയെ തന്നെ ബാധിക്കാറുണ്ട്. കുഞ്ഞിലെ നമ്മളിത് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വലുതായാലും ഈ ഒരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. നിങ്ങൾക്കും അലർജിയോടൊപ്പം തന്നെ ഈ ADHD ബുദ്ധിമുട്ടുണ്ടോ എന്നാൽ താഴെ കമന്റ് ചെയ്യൂ. ഒട്ടും വിഷമിക്കേണ്ട, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്ന വഴി തന്നെ അലർജിയോടൊപ്പം തന്നെ ഈ ADHD എന്നുള്ള ബുദ്ധിമുട്ട് നല്ല രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ്. കുട്ടികളെ നമുക്ക് കൂടുതൽ സ്മാർട്ട് ആക്കാനും മിടുക്കരാക്കി നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ അലർജിയും അതുപോലെ തന്നെ ADHD ആയി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യൂ.